തേൻ ചന്തയിൽ കൊണ്ടുപോയി വിറ്റാണ് അയാൾ ജീവിക്കുന്നത്. ഒരു ദിവസം തേനും ചുമന്നുകൊണ്ടു പോകുന്നതിനിടെ ജീവിതത്തെക്കുറിച്ച് അയാൾ ചില കണക്കുകൂട്ടലുകൾ തുടങ്ങി. തേൻ വിറ്റ് കുറെ കോഴിമുട്ടകൾ വാങ്ങണം. അവ വിരിയിച്ച് ധാരാളം കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാകണം. അവയെ വിറ്റ് ആട്ടിൻകുട്ടികളെ വാങ്ങണം. അവയെ വളർത്തി വിറ്റ് ധനവാനാകണം. ആളുകൾ അസൂയയോടെ നോക്കുന്ന വിധം സമ്പന്നനാകണം. പെട്ടെന്ന് അയാൾ കല്ലിൽ തട്ടി വീണു. തേൻകുടം നിലത്ത് വീണ് പൊട്ടിത്തകർന്നു. വിവേകമില്ലാത്ത ഭാവന വിനാശകരമാണ്. അടിസ്ഥാനമില്ലാത്ത ആവേശം അപകടകരമാണ്. ദിവാസ്വപ്നത്തിന് അനുഭൂതി സൃഷ്ടിക്കാൻ കഴിയുമെങ്കിലും ആഗ്രഹങ്ങളിലേക്കെത്തിക്കാനുള്ള ശേഷിയില്ല. പകൽ കിനാവുകൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അത് നൈമിഷിക സുഖത്തിന് മാത്രമുള്ളതാണ്. പ്രവർത്തിക്കാനുള്ള ഊർജം അവ പ്രദാനം ചെയ്യുന്നില്ല. പ്രായോഗിക ബുദ്ധിയോടെ യാഥാർത്ഥ്യബോധമുള്ള അടിത്തറയോ അവയ്ക്കില്ല. കണ്ട് രസിക്കുകയും തട്ടി ഉണർത്തപ്പെടുമ്പോൾ അവസാനിക്കുകയും മാത്രമാണ് അവയുടെ നാൾവഴി. സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച അനേകരുണ്ടെങ്കിലും ദിവാസ്വപ്നങ്ങൾ പൂർത്തീകരിച്ച ആരുമുണ്ടാകില്ല. അത്തരം കിനാവുകളിൽ അഭിരമിക്കാതിരുന്നെങ്കിൽ അവർ അർഹിക്കുന്ന സ്ഥാനത്തെത്തിയേനെ. പല കാരണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിക്കാം. പരിശ്രമ വഴികളിലെ വീഴ്ചകൾ പാഴാവില്ല. അവ പ്രചോദനകരമാണ്. പാഠങ്ങൾ പഠിപ്പിക്കും. മുൻകരുതലുകൾ എടുക്കാൻ പ്രേരിപ്പിക്കും. ആകാശക്കോട്ടകളിലിരിക്കുമ്പോൾ അടിതെറ്റിയാൽ അത് അത്യാഹിതത്തിലേ അവസാനിക്കൂ. പ്രയത്നത്തിനിടയിൽ വീഴുന്നവർക്ക് എഴുന്നേൽക്കാനുള്ള ബലം അതുവരെയുള്ള അധ്വാനത്തിൽ നിന്ന് ലഭിക്കും. മനോരാജ്യത്തിൽ മാത്രം മുഴുകിയിരിക്കുന്നവർക്ക് എവിടെ നിന്നും മനോബലം ലഭിക്കാനാണ്? സ്വന്തമായ ഉദ്യമങ്ങളൊന്നുമില്ല. തീരുമാനമോ നിശ്ചയദാർഢ്യമോ ഇല്ല. എഴുന്നേൽക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. വീഴുന്നതിൽ തെറ്റില്ല. പക്ഷേ ഓരോ വീഴ്ചയും വിശകലനം ചെയ്യപ്പെടുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് വീണത്? വീഴ്ചയിലെ നഷ്ടങ്ങൾ എന്തൊക്കെയാണ്? വീഴ്ചകൾ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? ഒരേ കാരണത്തിൻ്റെ പേരിൽ പലതവണ നിലംപതിച്ചോ? വീണുകിടന്നപ്പോൾ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? തുടങ്ങിയ വിചിന്തനങ്ങളെല്ലാം വീഴ്ചയെ വീണ്ടെടുപ്പിനുള്ള വേദിയാക്കും.